ടീന, ഇന്ന് ടീച്ചർ പറഞ്ഞത് നീ ശ്രദ്ധിച്ചോ? എന്തിനെ പറ്റിയാട്ടോ? നമ്മുടെ ആരോഗ്യത്തെ പറ്റി. അതെ, നല്ല ഭക്ഷണം കൃത്യസമയത്ത് തന്നെ കഴിക്കണം. നല്ലവണ്ണം വ്യായാമം ചെയ്യണം. നല്ലതുപോലെ ഉറങ്ങുകയും വേണം. ഭക്ഷണവും ഉറക്കവും നടക്കുന്നുണ്ട്, പക്ഷേ വ്യായാമം അതുമാത്രം നടക്കുന്നില്ലല്ലോ ടീന. നമുക്ക് കൂട്ടുകാരുമായി ഒന്ന് ആലോചിക്കാം ടീന. ശരി. വാ ടീന, നമുക്ക് കൂട്ടുകാരെ കാണാം. ശരിയാ, അവരെല്ലാവരും ഇപ്പോൾ നമ്മുടെ സ്ഥിരം സ്ഥലത്ത് തന്നെ കാണും. ആഹാ, എത്തിയല്ലോ. എന്താ ടോം ഇങ്ങനെ നോക്കുന്നേ? നീ ഇതുവരെ ഞങ്ങളെ കണ്ടിട്ടില്ലേ? നമുക്കൊരു കളി കളിക്കാം. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഒരു മത്സരമാണ്. ഒരു ശക്തി പ്രകടനമായാലോ? അതിൽ എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഓ, പിന്നെ ഇതെനിക്കും കഴിയും. മതി മോനെ ജിമ്മിക്കുട്ട, ഈ കരാട്ടെ സ്റ്റെപ്സ് ഒക്കെ ഞാൻ പഠിച്ചതേ നിരന്തരമായ പരിശീലനം കൊണ്ടാ. ശരിയാണ് ജിമ്മി, നീ അനുകരിക്കാൻ നോക്കണ്ട. ആദ്യം കൊച്ചു കൊച്ചു അടവുകൾ പഠിക്കണം. അത് ശരി. ടോം, ജിമ്മി അടുത്തടവ് പറ്റി മൂക്കും കുത്തി താഴെ വീഴുന്നതിന് മുൻപ് വേഗം പറ, എന്തു മത്സരമാണ് നീ ഉദ്ദേശിച്ചത്? നമ്മളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ശക്തിയും ധൈര്യവും ഉള്ളത്? അത് കൊള്ളാലോ ടോം, അങ്ങനെ ഒരു മത്സരം നല്ലതാണ്. എന്തിനാ നീ ചിരിക്കുന്നേ? ചിരിക്കാതെ പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ആരാണെന്നാ
ആരാ? എന്താ ഇത്ര സംശയം? ഞാൻ തന്നെ. പിന്നെ ഇവിടെ ഇപ്പൊ എല്ലാരും ഉണ്ടായി പോയി. ഇല്ലെങ്കിൽ കാണാമായിരുന്നു നിന്റെ ഓട്ടം. നീ ടോമാഞ്ചറി കണ്ടു നോക്ക്, അപ്പൊ അറിയാം. ടോമാൻറ്റീനയിൽ എന്താ ടോമാഞ്ചറിക്ക് കാര്യം? മതി മതി, ഒരു തർക്കവും വേണ്ട. നമ്മുടെ ആദ്യത്തെ മത്സരം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തന്നെ ആവട്ടെ. അത് കൊള്ളാം. പക്ഷേ എന്താവും മത്സരം? ഇവർ രണ്ടുപേരുടെയും പരിമിതികൾ ചിന്തിച്ചു വേണം മത്സരം തിരഞ്ഞെടുക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്നോട് മത്സരിക്കാൻ ആരുമില്ല. ജൂലി, നമുക്ക് മത്സരിക്കാം. ആഹാ, അത് കൊള്ളാം. ജോലി, നിന്റെ കാര്യം പോക്കാ മോളെ. ഞാൻ വെല്ലുവിളി സ്വീകരിക്കുന്നു. പക്ഷേ എന്ത് മത്സരമാണ് നടത്താൻ പോകുന്നത്? അയ്യോ അമ്മേ, രക്ഷിച്ചണേ. അയ്യോ രക്ഷിക്കണേ. അയ്യോ അമ്മേ, രക്ഷിച്ചണേ. എന്തു പറ്റി മക്കളെ? അമ്മേ, ഞങ്ങളെ അവർ പിടിക്കാൻ വന്നു. ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു അമ്മേ. ആരാണ് മക്കളെ അത്? കാട്ടിലെ കുറുക്കന്മാരാ. ഇവന്മാര് പകലും ഇറങ്ങി തുടങ്ങിയോ? ഞങ്ങൾ പേടിച്ചു പോയി. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും പറ്റിയില്ലല്ലോ. ആ, കിട്ടിപ്പോയി. എന്തു കിട്ടിപ്പോയി? മത്സരത്തിനുള്ള ഐഡിയ കിട്ടിപ്പോയി. എന്താ സോനു? ഈ കുറുക്കന്മാരെ നിങ്ങളിൽ ആർക്കാണ് നേരിടാൻ ധൈര്യമുള്ളതെന്ന് നമുക്ക് നോക്കാം. അത് വേണ്ട, അപകടമാകും. ശരിയാ, നമുക്ക് വേഗം ജെയിൻ ബോണ്ടിന് വിവരം അറിയിക്കാം ടോം. ഇപ്പോ വേണ്ട ജിമ്മി, ആദ്യം ഞങ്ങൾ മത്സരിക്കട്ടെ, എന്നിട്ട് മതി. എന്റെ ജൂലി, നീ പേടിച്ചു പോയോ? പേടിയോ? എനിക്കോ? എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ ടോമിന് അവരെ കണ്ട പേടിയാവും. അതാ ഞാൻ. ഇത് തന്നെ മത്സരം. അപ്പോ ശരി, ഇനി ആരാണ് ആദ്യം പോകുന്നത്? വേണമെങ്കിൽ ടോം ആദ്യം പോയിക്കോട്ടെ. എങ്ങനെ? അയ്യോ, ഇതെന്തു പറ്റി? ടോസിനുള്ള കൊയിനും പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും നമ്മൾ? ഒരു കാര്യം ചെയ്യാം, ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോട്ടെ. ഞാൻ റെഡി. രണ്ടുപേരെയും സമ്മതിക്കണം കേട്ടോ. വരൂ, നമുക്ക് പോയി നോക്കാം. ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ ടോം. ഓ, അത് ഞാൻ അറിഞ്ഞില്ല. ടോം, നിനക്ക് പേടിയുണ്ടോ? ഏയ്, എന്തിനു പേടിക്കാൻ? എന്താ, നിനക്ക് പേടിയുണ്ടോ? ഏയ്, എനിക്ക് പേടിയൊന്നുമില്ല. ടോമിന് പേടിയുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം എന്ന് വിചാരിച്ച് പറഞ്ഞതാ. ഒരു ശബ്ദം കേട്ടോ ജൂലി? അത് അവന്മാരായിരിക്കും. ടോം, വെറുതെ എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ. അല്ല ജൂലി, അവർ അടുത്ത് തന്നെയുണ്ട്. വാ, അത് അവർ തന്നെ. നമുക്കിപ്പോ തിരിച്ചു പോവാം, എന്നിട്ട് പിന്നെ തിരിച്ചു വരാം. എനിക്ക് ഈ മത്സരം ജയിക്കണം. ഞാൻ അവരുടെ അടുത്ത് പോകാൻ തീരുമാനിച്ചു.
ഒന്ന് കോളടിച്ചില്ലോ കൂട്ടുകാരെ. ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ? വരണം വരണം, ഞങ്ങൾ വിശന്നിരിക്കുകയായിരുന്നു. അയ്യോ, എന്നെ വിട്ടേക്ക്, ഞാൻ ഈ നാട്ടുകാരി അല്ലേ. നിങ്ങൾ ആരൊക്കെയാണ്? എന്തിനാണ് നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെ പേടിപ്പിച്ചത്? എല്ലാം പറയാം. ടോമിങ് അടുത്ത് വാ. കൂട്ടുകാരെ, നേരം ഒത്തിരി വൈകിയല്ലോ. അവർ ഇതുവരെ തിരിച്ചു വന്നില്ല. വരൂ, നമുക്ക് പോയി നോക്കാം. റോബിൻ, അത് ബുദ്ധിയല്ല. കുറുക്കന്മാർ വളരെ ബുദ്ധിശാലികളാണ്. എനിക്കാരെയും പേടിയില്ല. വാ. സോനു, നിന്റെ ഒരു മണ്ടത്തരം കാരണമാണ് ഇങ്ങനെ ഒരു മത്സരം നടന്നത്. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയാൽ നമുക്കും അബദ്ധം പറ്റും. അപ്പോ പിന്നെ നമ്മളെ ആര് രക്ഷിക്കും? അപ്പോ ഇനി എന്തു ചെയ്യും ജിമ്മി? നമുക്ക് വേഗം CID ജെയിൻ ബോണ്ടിന് വിവരം അറിയിക്കാം. അതാണ് നല്ലത്. ജിമ്മി, നീ വേഗം പോയ ജെയിംബോണ്ടങ്ങളുടെ വിവരം അറിയിക്കൂ. ശരി ടീന. ആഹാ, ഇതാരാ? എന്തൊക്കെയുണ്ട് ജിമ്മി വിശേഷങ്ങൾ? കുറെയായല്ലോ കണ്ടിട്ട്. വിശേഷമൊക്കെ പറയാം. ഇപ്പോൾ ജെയിൻ ബോണ്ട് വേഗം വരണം. കാര്യം പറയൂ ജിമ്മി. ഓ മൈ ഗോഡ്, കുറുക്കന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല ജിമ്മി. വാ, നമുക്ക് വേഗം പോവാം. അങ്കിൾ, ടോമും ജൂലിയും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഒന്നും പേടിക്കണ്ട ടീന, ഞാൻ വന്നല്ലോ. എന്റെ സംശയം ശരിയാണെങ്കിൽ ഇപ്പോഴേക്കും അവർ കുറുക്കന്മാരുടെ കയ്യിൽ പെട്ടിട്ടുണ്ടാവാം. ബോസ്, കാട്ടിലേക്ക് ആരൊക്കെയോ വരുന്നുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല. നമ്മ കുളിക്കാൻ വേഗം. ടോം, ജൂലി, ടോം, ജൂലി. ശ്ശേ, കോളിൻസ്, ശബ്ദമുണ്ടാക്കാതെ. നമ്മൾ വരുന്ന വിവരം അവരറിഞ്ഞു കഴിഞ്ഞാൽ അവർ മറഞ്ഞിരിക്കും. പിന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. ജെയിൻ ബോണ്ട് അവരെ കാണുന്നില്ലല്ലോ. നല്ല ക്ഷീണം തോന്നുന്നു. ഇനി എന്തു ചെയ്യും നമ്മൾ? അവർ ഒളിച്ചിരിക്കുകയായിരിക്കും. നമ്മൾ എങ്ങനെ അവരെ പുറത്തു ചാടിക്കും? ആർക്കാകും അവരെ പുറത്തു ചാടിക്കാൻ പറ്റുക? എനിക്ക് പറ്റും. കാർലോസ്. അതെ, കാർലോസ് തന്നെ. കാർലോസേ, നീ എന്തിന് ഞങ്ങളെ സഹായിക്കണം? ഇനി
ഇത് വല്ലതും നിന്റെ പ്ലാനിങ് ആണോ? ഞാൻ വില്ലൻ തന്നെ. പക്ഷേ പുറത്തു നിന്നാരും നിങ്ങളെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാർലോസ്, എങ്ങനെ പുറത്തു കൊണ്ടുവരും അവരെ? കുറുക്കന്മാരെവിടെ ഇരുന്നാലും ഓലിയിടുന്നതിന് പ്രതികരിക്കും. അപ്പം നമുക്കവരെ പിടിക്കാം. ഇനി ഇവർ കുറച്ചു ദിവസം ലോക്കപ്പിൽ കിടക്കട്ടെ. കൂട്ടുകാരെ, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ. ടോം, നിനക്കറിയോ നിന്നെ ശരിക്കും രക്ഷപ്പെടുത്തിയത് ആരാണെന്ന്? ആരാ ടീന? അത് നമ്മുടെ കാർലോസാ. കാർലോസോ? അതേട്ടോ. താങ്ക് യു കാർലോസ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, വേറെ ആരും നിങ്ങളെ ഉപദ്രവിക്കുന്ന എനിക്കിഷ്ടമല്ല. പക്ഷേ എനിക്കൊരു സംശയം. ജൂലി എവിടെ? ജൂലി എപ്പോഴേ മുങ്ങി. ഭാഗ്യം, ആരും കണ്ടില്ല. Tuna.